ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. പിന്നെ വന്നിട്ടുള്ളത് രാത്രികളത്തെ ഒരു വീഡിയോ കണ്ടോ. നമ്മൾ പുറത്ത് നല്ല മഴയാട്ടോ. ഇപ്പം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നേരം നമുക്കൊരു ബിരിയാണി ഞാൻ കൊതി. നല്ല അന്തരീക്ഷമാണ്, നല്ല തണുപ്പും ഒക്കെയുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. വൈകുന്നേരം ഇങ്ങോട്ടായിട്ട് ഭയങ്കര മഴയാട്ടോ. രാവിലെ കുറച്ച് മഴയുണ്ടായി, കുറച്ച് വെയിലുണ്ടായി, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയാണ്. നെയ്ച്ചോറ് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത് കേട്ടോ. അപ്പോൾ നിസാമോക്ക് ബിരിയാണി തിന്നാനൊരു കൊതി. നിസാമോൾ പറഞ്ഞു അത് ബിരിയാണി ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബിരിയാണിയിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. മസാല ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് കുക്കറിൽ വിസിലടിക്കൂല, ഒരു വിസിൽ വന്നതിൽ മുമ്പ് ഓഫ് ചെയ്തിടും. അന്നേരം അങ്ങനെയുള്ള ബിരിയാണി നല്ല സ്മൂത്തായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും പറയണില്ല കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആർക്കും ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തേ അല്ലേ. ബിരിയാണിയുടെ റെസിപ്പി ഒന്നും പറയാനുള്ള ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിലൊക്കെ. മന്തി, ബിരിയാണി, ഒരു ദിവസം മന്തി ഉണ്ടാക്കാം കേട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ രാത്രി കുറച്ച് ബിരിയാണി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ നിസാമോൾ വരുന്നുണ്ട് കേട്ടോ. നിസാമോൾ പഠിക്കായിരുന്നു, ഇപ്പോൾ കോളേജൊക്കെ ഉണ്ടല്ലോ. അപ്പം ന്യൂസിൽ പറയുന്നുണ്ട് നാളെയൊക്കെ ശക്തിയായ മഴ എന്നൊക്കെ. അപ്പം ഞാൻ പറയാം നാളെ ക്ലാസ് ഉണ്ടാവില്ല, അടി പോകണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴേ പിള്ളേരെ വിടൂല ഞാൻ. എപ്പോഴും തൊട്ട് സ്കൂളിൽ പോകണം അല്ലേ, ഇടയ്ക്ക് വീട്ടിലേക്ക് ഉണ്ടേ. അന്നേരം ഇടയ്ക്ക് വീട്ടിൽ പിടിച്ചു കൊടുത്തു കേട്ടോ. തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു ദിവസമൊക്കെ എപ്പോഴും പഠിത്തം തന്നെ എന്തെന്നോ. ഞാനേ അതേ നിസാനായിരുന്നു, ചെറുതിൽ തൊട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. എപ്പോഴും പോയി കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ പറയാം ഇന്നിപ്പോൾ പോകണ്ട, ഇന്ന് വീട്ടിലേക്കെന്ന് പറയും. അന്നേരം പിള്ളേർ വീട്ടിൽ നിൽക്കണ്ടേ, ആ ലൈഫ് മൊത്തം നമ്മളുടെ അടുത്തില്ലാതെ ഇങ്ങനെ എപ്പോഴും സ്കൂളിൽ തന്നെ പഠിച്ച് വലിയ ആൾക്കാരാവണവരാണെങ്കിൽ അതെങ്ങനെയാവും അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെയായാലും ഒരു 2 ആഴ്ചയും കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും വീട്ടിൽ പിടിച്ചു നിർത്തും അല്ലേ. നിസാക്ക് അത് ശീലമായി. അങ്ങനെയൊക്കെയാണുള്ള എൻ്റെ സ്വഭാവം. പിന്നെ എല്ലാവരും പറയും നല്ല സ്വഭാവമാണ് ഇത്താരം. അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട് നല്ല ഉമ്മ നല്ല മക്കളും എന്നുള്ള കമൻറ്റ് പറയാറുണ്ട്. ഉമ്മാക്ക് പറ്റിയ മക്കളും മക്കൾക്ക് പറ്റിയ ഉമ്മയാണെന്ന് പറയും. നമ്മൾ പിള്ളേരോട് അങ്ങനെയല്ലേ നിൽക്കണ്ടേ, എപ്പോഴും വഴക്കുറഞ്ഞും അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട്. അന്നേരം അവരും നമ്മളോട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും അങ്ങോട്ട് പോകും, വടി എടുക്കുക, അടിക്കുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാൽ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ആരും തട്ടൊക്കെ വെച്ച് കൊടുക്കും. പക്ഷെ ഇപ്പം ഒന്നുമില്ല, ഇപ്പൊക്കെ വലുതായില്ലേ, ഞാൻ എന്നെ തല്ലും പണി. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഞാൻ പറയാറില്ലേ, ഒത്തിരി ഇത് അങ്ങനെ ആക്കാറൊന്നുമില്ല. നമ്മൾ നമ്മളുടേതായ ഇതിൽ പോകും, അവരും അപ്പം നമ്മളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇത്ത വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലൈവിൽ ആരോ പറയണ്ടായി, ഇത്ത വർത്താനം പറഞ്ഞാൽ പിന്നെ നിർത്തില്ല. അത് ശരിയാട്ടോ. എൻ്റെ കൂടെ 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത്രയും സംസാരിക്കും ഞാൻ. നമ്മുടെ ജിബ്രു ഇവിടെ നിലക്ക് കരയണൊക്കെ ഉണ്ട് കേട്ടോ. ജിബ്രുവിനെ ഇപ്പം പിടിക്കാൻ പറ്റില്ല, ഫുഡ് ഉണ്ടാക്കല്ലേ. അങ്ങനെ ജിബ്രു ചിക്കനൊക്കെ കഴിച്ച് നടക്കണയാ. ചിക്കൻ്റെ കരകളൊക്കെ ജിബ്രുവിന് കൊടുത്ത് ജിബ്രു അതൊക്കെ കഴിച്ചിട്ട് നടക്കണ കേട്ടോ. അപ്പം നമ്മൾ ചെറിയ വിശേഷങ്ങൾ ബിരിയാണി ഇങ്ങനെ ദമ്മിടുന്നതും കഴിക്കുന്നതും ഒക്കെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒതുപ്പിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയാവാം കേട്ടോ. ചിക്കനോട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കി വെക്കുന്ന ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റ്. അല്ലാതെയും വെക്കാം. ഇപ്പോൾ രാത്രിയാട്ടോ, ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 9 മണിയാണ്, 9:15 ആയി. നല്ല മഴ. അന്നേരം നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഇതിലേക്ക് മസാല ഇടണം. ബിരിയാണിക്ക് മുളക് പൊടി കുറവാട്ടോ. അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും അല്ലേ. മുളക് പൊടി കുറവ്, മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ,
നാളെ പറയുന്നുണ്ടായി ബിരിയാണിയുടെ റെസിപ്പി കാണിക്കായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പല്ലേ ബിരിയാണി. മലപ്പുറം ഭാഗത്തേക്ക് വേറൊരു ടൈപ്പ്, തിരുവനന്തപുരം ഭാഗത്ത് വേറൊരു ടൈപ്പ്, ഞങ്ങളിവിടെ എറണാകുളം പെരുമ്പാവൂരൊക്കെ വേറൊരു ടൈപ്പ്, അങ്ങനെയൊക്കെയാണ്. തിരുവനന്തപുരത്ത് ബിരിയാണിക്ക് നെയ്ച്ചോറിൽ പച്ചമുളകൊക്കെ ഇടും ചതച്ചിട്ട്, ഇഞ്ചി എന്നെ കാണണ്ട, ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചിടും. അത് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു ടേസ്റ്റാണ്. ചോറിൽ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മളങ്ങനെ ഇടൂല കേട്ടോ. നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം അങ്ങനെയൊക്കെ ഇട്ട് നെയ്ച്ചോറ് വെക്കുള്ളൂ. എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് ദമ്മാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം മസാലയൊക്കെ റെഡി ആയിട്ടോ. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇടാം. കുറച്ചൊക്കെ ഒന്ന് കൂട്ടോ, ഒത്തിരി ഒന്നും വെക്കുന്നില്ല കേട്ടോ. തൈരൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യും. നീയ ഇവിടെ ഇല്ല കേട്ടോ, നീയ പുറത്ത് വയ്ക്കാം. ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സായിട്ട് എവിടെയോ ബസാറിലോ എവിടെയോ ചായ പിടിക്കാൻ പോകുന്നു പറഞ്ഞ് പോയത് അവിടുന്ന്. പിന്നെ ജിമ്മൊക്കെ കഴിഞ്ഞിട്ടേക്ക് ആയിരിക്കും വന്നത്. അങ്ങനെ കേട്ടോ. ഇപ്പം ബിരിയാണി കഴിക്കുന്നീ വരുമോ, പുറത്തുനിന്ന് അതിൽ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ചായ കുടിക്കാൻ അങ്ങനെ ബസാറിലൊക്കെ പോകൂലേ ചായ കുടിക്കാൻ? എന്താ പറയണേ ദിവസം തന്നെ കളിയാക്കണേ. എല്ലാവരും ബസാറിൽ തന്നെയാ പറയണേ. അങ്ങനെ പോയതാണ്. ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. ഇപ്പൊ തന്നെ വരും. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചോറിട്ടെ. ഇതാ നമ്മൾ കണ്ടോ, കുക്കറിൽ ഞാൻ ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ, എന്താ പറയുക, കാണില്ലായിരിക്കില്ലേ, ഒരരിയിൽ മുട്ടാൻ പാടില്ല. ഒരു ചോറിൽ മുട്ടാൻ പാടില്ല എന്ന് പറയാം. നെയ്ച്ചോറിൻ്റെ ഒരു പരിവെന്ന് പറഞ്ഞാൽ അതാണ്. കുഴയാൻ പാടില്ല. അതിന് ഒരു വിസിലടിക്കില്ല. ഒരു വിസിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ ആ ഒരു ചോറിലിരുന്ന് വെന്തോളും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് വെന്ത് പോകുമെന്ന് തോന്നിയാൽ അതിൻ്റെ വിസിൽ കളയണം. അന്നേരം നല്ല ചോറായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് വെക്കുമ്പോൾ ഒന്ന് വേവൂലേ, നമ്മൾ സെറ്റാക്കി ഇടുമ്പോൾ ഒന്ന് വേവുമല്ലോ, അത് മതി. പിന്നെ നെയ്യ് വെക്കാറില്ല കേട്ടോ. ഡാൽഡ ഉപയോഗിക്കില്ല, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ. പിന്നെ മറ്റേ നെയ്യുണ്ടല്ലോ, ആർ കെ ജിയില്ലേ മിൽമ നെയ്യ്, അത് മേളിലൊഴിക്കും. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ, ഡാൽഡയിൽ വെക്കില്ല. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിലും ഇല്ല, സൺഫ്ലവർ ഓയിൽ നിർത്തി. ഓൺലി വെളിച്ചെണ്ണയിൽ മാത്രമാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പം എനിക്കിനി കുറച്ച് പാല്, ബിരിയാണിയുടെ എസൻസ് ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം. ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാണ് ഞാൻ സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. അന്നേരം അതൊക്കെ പറ്റിട്ടോ. അപ്പം നമ്മൾ ഒരു ദമ്മിട്ട് കിട്ടോ. എസൻസ് ഒക്കെ ഒഴിക്കൂലേ, അതാട്ടോ. പിന്നെ ഈ നെയ്യാട്ടോ ഉപയോഗിക്കുക നമ്മൾ. എന്നിട്ട്
നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ കട്ട പിടിച്ചിരിക്കും. ബിരിയാണിയൊക്കെ റെഡി ആയിട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ബിരിയാണിയുടെ. ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു മണം, ഒരു പ്രത്യേക മണമല്ലേ. അങ്ങനെ നമുക്ക് പറ്റില്ല, ഇത് മാറ്റട്ടെ. ഒരുപാട് സമയമൊന്നും വെച്ചില്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് വെച്ചോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ബിരിയാണിയൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാം. ഇപ്പം നിയാനെ വിളിച്ചിരുന്ന കേട്ടോ. നിയ ഇല്ല, നിയ എടപ്പള്ളിയിലാണ്. അവൻ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയി. അപ്പോൾ ഇപ്പോൾ എത്ര മണിയായെന്നറിയോ? 10 മണി. ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ. നിയ ഇപ്പോഴാട്ടോ ഫുഡ് കഴിക്കണേ. ഇന്നലെ രാത്രി നിയ വന്നപ്പോൾ ഇച്ചിരി വഴുകി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അതാ നിയ ഇപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാം. എങ്ങനെയുണ്ട് നിയ ബിരിയാണി? സൂപ്പറാണോ? നിസാക്ക് വേണ്ടി അങ്ങനെ വെച്ചതാട്ടോ. നിസാക്ക് ഇന്നലെ നെയ്ച്ചോറൊക്കെയാണ് ഞാൻ ഇരുന്നത്. പിന്നെ ചിക്കൻ പൊരിക്കണൊക്കെ കണ്ടപ്പോൾ നിസാറിന് എന്നാൽ ഇത് അങ്ങനെ ബിരിയാണി ആക്കാൻ പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ജിബ്രു ഉറക്കാട്ടോ. ജിബ്രു നിയുടെ റൂമിലാണെന്ന് അല്ലേ നിയ? ഇന്ന് ജിബ്രുവേ അവിടെ കിടന്ന് ഉറങ്ങുക. ഭയങ്കര നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ. അന്നേരം പുള്ളിക്ക് ഉറക്കം. പുള്ളിക്ക് മാത്രമല്ല, നമുക്കൊക്കെ കിടന്ന് ഉറങ്ങാനോ തോന്നണല്ലേ. ഞാൻ കിടന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. എന്ത് സുഖം. പിന്നെ എന്തെന്ന് ചെയ്യാനോ, വേറെ പണിയൊന്നുമില്ല. ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇസാമോള് കോളേജിൽ പോയേക്കാട്ടോ. അതിന്റെ ഒരു വശം ഒരു കണ്ണ് കാണില്ല. അല്ലതെ അതിന്റെ ഒരെണ്ണത്തിന്റെ ഒരു കുറി ഇങ്ങനെ. ഇതാ ആ പൂച്ചയുടെ കൂട്ടാന്നോന്നല്ലേടി.
അയ്യടാ ഇതിന്റെ കൂടൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. വേറൊരു കളർ. എന്തോ ഒരു കാശ് ഞാൻ വീഡിയോ എടുക്കണ്ടിട്ട് ഇവിടെ കടന്ന അവള് രണ്ടുപേരും തല്ലുടുത്താൻ തുടങ്ങി. എന്തോ ഒരു കഷ്ടത്തിന് വണ്ടി ഇങ്ങനെ വീഡിയോ അറിയാതെ എടുക്കുമ്പോഴേ ഇവരുടെ തനി സ്വഭാവം 24 മണിക്കൂർ തമ്മിത്തല്ല. പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കുന്നത് അതൊന്നും ചെയ്തു. ആങ്ങളും പെങ്ങളും ഉണ്ടായി ഇങ്ങനെയൊക്കെയാ ഒക്കെ വീഡിയോ പിടിച്ച്. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. മെയിൻ റോഡിലേക്ക് കയറണുള്ളൂ. മെയിൻ റോഡിലേക്ക് മെയിൻ റോഡ് എത്തി. ഒരു ശകലം അങ്ങോട്ട് ഉള്ളൂ മെയിൻ റോഡിലേക്ക്. അപ്പോഴേക്കും അത്രയും നേരം ഉള്ളൂ. ഒരു 100 മീറ്റർ ഉണ്ടാവും അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക്. ഈ 10 വീട്ടിൽ 110 അത്രേ ഉള്ളൂ. അതിൽ മുമ്പ് ഒരു ഇടി കഴിഞ്ഞു. ആഹാ അത് പറയാൻ വേണ്ടിയായിരുന്നു. ഇടിയെന്ന് പറഞ്ഞാൽ അതിനില്ല കേട്ടോ. പിന്നെ സട ഈ ജാവക്കത്ത ആ ചെറുക്കനെ വലിച്ചു മാന്തി എടുത്ത്. മെയിൻ റോഡ് എത്തിട്ടോ. ഇതാണ് പോഞ്ഞാശ്ശേരി. പോഞ്ഞാശ്ശേരി എത്തി ഞങ്ങളുടെ. പോഞ്ഞാശ്ശേരി അല്ല അല്ലേ? പോഞ്ഞാശ്ശേരി ആണോ സ്റ്റോപ്പ്? ആരുടെ വീട്ടിലൊന്നും നമ്മള് ആരുടെ വീട്ടിലൊന്നും നമ്മള് പോനാശ്ശേരി തോന്നുന്നു. പോഞ്ഞാശ്ശേരി പോസ്റ്റാണ് പോഞ്ഞാശ്ശേരി. MH കവലാന്നല്ലേ നമ്മുടെ സ്റ്റോപ്പിന്റെ പേര്. ആ ഇവിടം വരെ എങ്ങാണ്ടാണ് പോസ്റ്റിന്റെ പേര്. പോസ്റ്റ് ഓഫീസ്. ഇവിടെ എന്താ കൊതുകിനടിക്കുന്ന? പിന്നെ അതുവഴി നമ്മൾ പോയത് പെരുമ്പാവൂർക്കാണ്. ആ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുമായും മോനൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അവർ നാളെ പോവാണ്. അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ജിപ്പൂട്ടിനെയൊക്കെ കളിപ്പിച്ചു കേട്ടോ. കളിപ്പിച്ച് കുറേ സമയമൊക്കെ ഇരുന്ന് അങ്ങനെ അവരൊക്കെ പോയി. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഓക്കെ, ഷെയർ വീഡിയോയുമായി വീണ്ടും വരാം.